നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാൽ, അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇഷിത ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം മഹേഷ് മീറ്റിങ്ങിന് പോയതൊക്കെ പറയുന്നു, പക്ഷെ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മീറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ തീരുമാനിക്കുന്ന മീറ്റിംഗ് അല്ലേ? അച്ഛനോടും അമ്മയോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നു, എഴുന്നേറ്റ് പെട്ടെന്ന് പോയെന്നാ പറയണേ. അങ്ങനെയാകുമ്പോൾ അത് മീറ്റിംഗ് ആയിരിക്കുമോ? തന്നോട് എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചിന്തയൊക്കെ ഇഷിതയുടെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയത്ത് മഹേഷിന് നെഞ്ചിനകത്ത് തീയാ. കാരണം രജനിക്ക് ബോധം വന്നാലും അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. താനാണ് രജനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ. പോരാത്തതിന് ആകാശ് എതിരായിട്ടും എത്തിയിട്ടുമില്ല. അപ്പം രജനേനെ ആകാശിനെ ഏൽപ്പിക്കാതെ മഹേഷിന് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും അവിടെ വേണം താനും. ആ സമയത്ത് മഹേഷിന് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം അവനും ഇല്ല, ആദ്യമില്ല. ആദ്യം തന്നെയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, അവനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ പറയാം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് ആദ്യയെ വിളിക്കുകയാണ്. ആദ്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് ചെല്ല, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല മോൻ, ധൈര്യമായിട്ടിരിക്കുക, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്നിട്ട് ആരോടും ഒന്നും പറയാനൊന്നും നിൽക്കണ്ട. ഡാഡി എവിടെയാ എന്തായിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോനൊന്ന് പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം ആദ്യം പറഞ്ഞു ശരിയെന്ന് പറയാണ്. അങ്ങനെ ആദ്യനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് മഹേഷ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. പിന്നീട് ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ആദ്യം അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇഷിതയാണ് വന്ന് കഥ തുറക്കുന്നത്. ആദ്യം കണ്ടപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷം. ആദ്യം എന്നൊക്കെ പറഞ്ഞ് ആദ്യം കൂടെ അകത്തേക്ക് കയറുവാണ്. അപ്പോഴേക്കും ചിപ്പിമോൾ ഓടി വന്നു. ചിപ്പിമോൾ ഓടി വന്നിട്ട് ആദ്യമായിട്ടാന്ന് പറഞ്ഞ് ആദ്യം കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് സ്വപ്നവല്ലി വന്നിട്ട് ചോദിച്ചു, അത് മോൻ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നേ? ഇനിയിപ്പം മോൻ്റെ അമ്മ എങ്ങാനും ഇങ്ങോട്ടേക്കൊന്ന് പ്രശ്നങ്ങളായിട്ട് വരുമെന്ന് നിൽക്കും. ഇല്ല അച്ഛമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു, സമാധാനമായെന്ന് പറയണം. ഈ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞു, ദൈവമേ, മഹേഷ് ഇത് എവിടെ പോയി കിടക്കുവാണോ? അവന് മീറ്റിംഗ് കാര്യങ്ങളും അവനും കൂടെ വേണ്ടായിരുന്നു ഈ സമയത്ത്. ശരിക്കും ആദ്യം ഇവിടെ വരണ സമയത്ത് അവനും കൂടെ ഉണ്ടായ അവനും സന്തോഷമായിരുന്നു. ഏറ്റവും കൂടുതൽ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് അവൻ വേണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു, ശരി തന്നെയാ, അവനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന്. എന്നിട്ടോ അവനിപ്പം മീറ്റിംഗ്, ഒരിക്കലും ഇല്ലാത്ത പോലെ ഒരു മീറ്റിങ്ങും, അത് ഈ സമയത്ത് എന്നൊക്കെ പറയണം. ആദ്യക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദ്യക്ക് പറയാനും പറ്റിയില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡി തന്നോട് പറഞ്ഞിരിക്കുക, ആരോടും പറഞ്ഞേക്കരുതെന്ന്. ഇനിയിപ്പോൾ താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് കരുതിയിട്ട് ആദ്യം അതിനെക്കുറിച്ച് പറയാൻ പോയില്ല. പിന്നീട് ഇഷിത ചോദിച്ചു, അല്ല മോൻ്റെ മമ്മി വഴക്കുണ്ടാക്കുമോ, എന്തേലും പറയുമോന്നൊക്കെ ചോദിക്കും. ഇല്ല ഇഷിതാമ്മേ, കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയണം. അപ്പോഴേക്കും ചിപ്പി വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇങ്ങോട്ട് വാ, ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകണം. എന്താ ഇത് കണ്ടോ, ഞാൻ വരച്ച പടമാണെന്ന് പറയണം. അങ്ങനെ കൊണ്ടേ കാണിച്ചു കൊടുക്കുക. ഇതാരാന്നറിയാവോ? ഇല്ല, ഇത് ഡാഡി, ഇത് ഇഷിതാമ്മ, ഇത് ആദ്യമായിട്ട്, ഇത് ഞാൻ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു, അല്ല രചനാമ്മ ഇല്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ ചിപ്പിയുടെ മുഖം അങ്ങോട്ട് മാറി. ചിപ്പി പറഞ്ഞില്ലാന്ന് പറയണം. പിന്നീട് ആദ്യയോട് പറഞ്ഞു, ആദ്യേട്ടന് ഇഷ്ടപ്പെട്ടോ, എൻ്റെ പടം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്. ഇതൊക്കെ എന്നെ വരയ്ക്കാൻ പഠിപ്പിച്ച ആരാന്നറിയോ? ഇഷിതാമ്മയാന്ന് പറയാണ്. ഇത് മാത്രമല്ല ഇനി കുറേ ഉണ്ട്, എൻ്റെ ഡ്രോയിങ് ബുക്ക് നിറയെ ഞാനിങ്ങനെ വരച്ചിട്ടുണ്ടെന്ന് പറയണം. ഈ സമയത്ത് ഇഷിത ആദ്യം ശ്രദ്ധിക്കുമായിരുന്നു. ആദ്യക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എന്നാലും അവൻ്റെ മുഖത്ത് എവിടെയോ എന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് വല്ല വഴക്കടിച്ചിട്ടാണോ വന്നേ എന്നൊരു ചിന്തയൊക്കെ ഇഷിതയ്ക്കും വരുന്നുണ്ട്. മഹേഷിനെ വിളിച്ചിട്ടാണെങ്കിലും മഹേഷ് ഒട്ട് കോൾ എടുക്കുന്നുമില്ല. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇഷിതയ്ക്ക്. എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല. ആദ്യം വന്നെന്നുള്ള വിവരം പറയാൻ വിളിച്ചിട്ട് പോലും മഹേഷ് കോൾ എടുത്തില്ല. പിന്നീട് ഇഷിത വന്നിട്ട് ആദ്യയോട് പറഞ്ഞു, അതെ മോൻ്റെ ഡാഡി ഒരു മീറ്റിംഗ് ഉണ്ട്, അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അതിനുവേണ്ടി പോയിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും കേട്ടോ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, അത് സാരമില്ല ഇഷിതാമ്മേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ആദ്യം പറയുന്നില്ല, ആദ്യം പറയാൻ പറ്റില്ലല്ലോ. ആ സമയം ഹോസ്പിറ്റലിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മഹേഷ്. ഇതുവരെയായിട്ടും ആകാശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീണ്ടും ആകാശിനെ വിളിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ആകാശ് ആ സമയം തൻ്റെ കാമുകിയുമായിട്ട് ചെലവിട്ടുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ. അതുകൊണ്ട് കോളും എടുത്തില്ല. ഈ സമയത്ത് രചനയ്ക്കാണെങ്കിൽ ബോധം വന്നു. പക്ഷെ എന്നാലും രചന ഇടയ്ക്കിടയ്ക്ക് മയക്കത്തിലേക്ക് പോവാം. അങ്ങനെ സ്റ്റെയർ കേസിന് താഴേക്ക് വീണ സമയത്ത് തലയിടിച്ച് വീണുകൊണ്ട് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രചനയ്ക്ക്. അങ്ങനെ രചനയ്ക്ക് ഇടയ്ക്ക് ബോധം വരും. പിന്നീട് ആ മയക്കത്തിലേക്ക് തന്നെ രചന വീണ്ടും പോകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലെന്നുള്ള മഹേഷിന് അറിയായിരുന്നു. പിന്നീട് മഹേഷ് ഇങ്ങനെ കൂട്ടിരിക്കുന്ന സമയത്ത് രചന ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എല്ലാം മഹേഷാ. പിന്നീട് മഹേഷിനോട് പറഞ്ഞു, നിങ്ങൾ വേണേൽ വീട്ടിലേക്ക് പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം.
ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, അങ്ങനെ എനിക്ക് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. നിന്റെ കൂടെയുള്ള ഒരുത്തരുണ്ടല്ലോ, അവൻ ഇങ്ങോട്ട് വരട്ടെ. അവനെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അവനെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് കൊടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണം. എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ ആൾ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകാശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ രചനയ്ക്ക് മനസ്സിലായി മിക്കവാറും ആകാശ് ആരുടെയെല്ലാം അടുത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും. രചനയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല. തനിക്ക് തെറ്റുപറ്റിപ്പോയി. കാരണം താന് സ്വർണ്ണം ഒന്ന് കരുതി കൂടെ കൂട്ടിയത് വെറും കരിക്കട്ട മാത്രമായിരുന്നുള്ള ചിന്ത രചനയുടെ മനസ്സിലേക്ക് വന്നു. ഇത്രയും നല്ലൊരാളെ താൻ ഇട്ടിട്ട് പോയത് ഒരുപക്ഷെ വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ രചനയുടെ മനസ്സിലേക്ക് ആ സമയത്ത് വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പം ആകാശിന്റെ സ്വഭാവം രചന പഠിച്ചു വരുന്നുണ്ടായിരുന്നുള്ളൂ. ആകാശിന്റെ രചന എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. കാരണം മഹേഷിനെ തകർക്കാനുള്ളൊരു ആയുധം മാത്രമാണ്. പക്ഷേങ്കിൽ രചന ആത്മാർത്ഥമായിട്ടായിരുന്നു ആകാശിനെ സ്നേഹിച്ചത്. കാരണം മഹേഷിൻ്റെ അടുത്തുനിന്ന് പോയതിന് ശേഷം തനിക്കിനിയിപ്പോൾ വേറൊരു ജീവിതമില്ല എന്ന് വിചാരിച്ച്. പക്ഷേങ്കിൽ നല്ല തേപ്പ് തന്നെയാണ് ആകാശ് രചനയ്ക്കിട്ട് കൊടുക്കുന്നത് തന്നെ. അതുകൊണ്ടാണല്ലോ അവൻ വേറൊരു പെണ്ണുമായിട്ട് പോയി ചുറ്റിക്കറങ്ങണേ. അത് മാത്രമല്ല രചനയെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായതുമില്ല. പിന്നീട് മഹേഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇഷിത വീണ്ടും വിളിച്ചു നോക്കി മഹേഷിനെ വിളിച്ച് മഹേഷ് കോൾ എടുത്തു. അതേസമയം കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ലോ. പിന്നീട് ഇഷിത ചോദിച്ചു, അല്ല ഇതുവരെയായിട്ട് മീറ്റിംഗ് കാര്യങ്ങളും കഴിഞ്ഞില്ലേ നിൽക്കും. കുറച്ച് സമയം കൊണ്ട് ഞാൻ ചിലപ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആയേക്കും, കിടന്നോണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഇഷിത ചോദിച്ചു, അതെന്താ മഹേഷേ നിൽക്കണം? ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ മീറ്റിംഗ് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി രാത്രിയായിട്ടുണ്ട്, ചിലപ്പോൾ എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, അല്ല അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അതെ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം എന്നും പറഞ്ഞിട്ട് മഹേഷ് പെട്ടെന്ന് അങ്ങോട്ട് കോള് കട്ട് ചെയ്യുകയാണ്. ഇഷ്ടത്തെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കുറച്ച് കഴിയുമ്പോഴത്തേന് ചിപ്പിമോള് വന്നിട്ട് ചോദിച്ചു, ഡാഡി വന്നില്ല അമ്മ എന്നൊക്കെ ചോദിക്കണം. ഇല്ല ഡാഡി വന്നില്ല എന്ന് പറയണം. ഇതെന്താ ഡാഡി ഇത്ര സമയമായിട്ട് വരാത്തെ? ഡാഡിക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞെന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ. ചിപ്പി പിന്നെ കൂടുതലൊന്നും ചോദിക്കാനായിട്ട് പോയില്ല. പക്ഷേ ഇഷിതയുടെ മനസ്സിൽ എവിടെയോ എന്തോ ഒരു കല്ലെരിഞ്ഞുകൊണ്ടിരുന്നു. തന്നോട് മഹേഷ് ഏതെങ്കിലും കാര്യത്തിൽ കള്ളത്തരം പറയുന്നുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് പാതിരാത്രി കഴിഞ്ഞ സമയത്താണ് ആകാശിനെ വിളിക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ആകാശിനോട് മഹേഷ് കാര്യം പറയണം, ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന്. ഇത് കേട്ടിട്ട് ആകാശിന് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ആകാശ് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയണത് തന്നെ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് സഹിക്കാത്തൊരു കാര്യം വേറൊന്നും ആയിരുന്നില്ല, മഹേഷാണ് രചന ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അത് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. അതിൻ്റെ പേരിൽ മഹേഷിനെ കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. രചനയുടെ കേൾക്കെ തന്നെ വെച്ചാ എന്താണെങ്കിലും കൊള്ളാം, കൃത്യസമയത്ത് തന്നെ അവൻ ഇവനെ വിളിച്ചു പറഞ്ഞല്ലോ. എന്നെ വിളിക്കാൻ തോന്നിയില്ല, എന്നിട്ട് ഇവൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. എല്ലാം ഇനി ഞാൻ വിശ്വസിച്ചു എന്നൊക്കെ പറയണം. അപ്പം ഇതായിരുന്നില്ലേ ഞാൻ ഇല്ലാത്ത സമയം നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശം രചനയെ കുറ്റപ്പെടുത്തോടെ. രചനയ്ക്ക് ആ കിടന്ന കടപ്പിൽ തന്നെ ആകാശനിട്ട് അടിക്കാൻ തോന്നി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ആകാശ് ചെയ്യുന്ന തെറ്റുകളൊക്കെ ആകാശ് രചനയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കുകയാണ്. കാരണം രചന ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആകാശ് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയി ചെലവഴിക്കുമായിരുന്നു. പക്ഷേ ആകാശ് നേരെ തിരിച്ച് അത് രചനയ്ക്കിട്ട് വെക്കുകയാണ്, മഹേഷിനെയും കൂട്ടിക്കൊണ്ട്. ഞാനില്ലാത്ത സമയത്ത് ആദ്യ ഭർത്താവിനെ വിളിച്ചു വരുത്തിയില്ലേ, അതും നിന്റെ മോന് വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞാൽ ഞാനിത് വിശ്വസിക്കണം അല്ലേ? എന്നിട്ട് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് പോലും സംഭവിച്ചു തന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താടി സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കണം. രചന പറഞ്ഞു, അതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ പറയണില്ല എന്നൊക്കെ പറഞ്ഞ് രചന ഇങ്ങനെ നിൽക്കുകയാണ്. മഹേഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് പോകാലോ അല്ലേ? എന്താണെങ്കിലും നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, എന്തിനാ പോണേ? ഇവിടെ ഇരുന്നോ, നിന്റെ ആദ്യ ഭാര്യയല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, അതെ എനിക്കൊരു ഭാര്യയുണ്ട്, ഇഷിത എന്ന പേര്, ഇഷിത മഹേഷ് എന്ന് പറയും. പിന്നെ എനിക്കിനിയിപ്പോൾ വല്ലവൻ്റെ ഭാര്യ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് ചോദിച്ചു, ആരുടെ ഭാര്യ? എൻ്റെ ഭാര്യയൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചനയ്ക്ക് ആ പാടെ നാണക്കേടായി പോയി. കാരണം താൻ ഒന്നും അല്ലാതായി തീരുന്ന ഒരു ചിന്ത രചനയ്ക്ക് തോന്നുവാണ്. എല്ലാവരുടെ മുന്നിൽ നാണം കിടന്ന പോലെ. ആകാശ് ഇങ്ങനെ വെട്ടി തുറന്ന് മഹേഷിനോട് പറയുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയൊന്നുമല്ല. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് രചന ആകാശിനോട് ചോദിച്ചു, അല്ല ആകാശെ ആദ്യം എന്തേന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആകാശം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ സമയത്ത് മഹേഷ് പറഞ്ഞു, ആദ്യം എന്തായാലും വീട്ടിലുണ്ട്, അവനെ അവിടെ തന്നിച്ചിരുത്താൻ പറ്റില്ലോ, അതുകൊണ്ട് ഞാൻ അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രചനയുടെ നെഞ്ചൊന്ന് കത്തി. ദൈവമേ, ഒരു കാരണവശാലും അവനെ അങ്ങോട്ടേക്ക് വിടില്ലെന്ന് കരുതിയതാ. ഈ സമയത്ത് അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നീട് മഹേഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, കണ്ടോ അവൻ തന്ത്രബോധം കളിച്ചിരിക്കുന്നു, അവൻ്റെ മോനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു, നീ ഇവിടെ കിടന്നോടി എന്നൊക്കെ പറഞ്ഞ് രചനയെ കുറ്റപ്പെടുത്തുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രചന നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞോണൊക്കെ അവസാനം
രചന ഒറ്റപ്പെടാനായിട്ട് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.